നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ അതീവ ആശങ്കാകുലനും വിഷാദഗ്രസ്തനുമാണെന്ന സൂചനകൾക്കിടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കാലാവധി പൂർത്തിയാക്കാൻ ഏകദേശം 6-7 മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പോലും ഇപ്പോൾ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ കാലാവധിക്ക് മുൻപേ രാജിവെക്കേണ്ടി വരുമോ എന്ന ഭയം അദ്ദേഹത്തെ അലട്ടുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നു. എങ്കിലും അദ്ദേഹത്തോട് ഈ വിഷയം തുറന്നു പറയാൻ പാർട്ടിക്കുള്ളിൽ ആർക്കും ധൈര്യമില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ ഭരണകാലയളവിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവം അദ്ദേഹത്തിൻ്റെ പൊതു പ്രതിച്ഛായയെ തന്നെ ഇപ്പോൾ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് മകൾ വീണ വിജയനും മകൻ വിവേക് കിരണും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തന്നെ ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ്. ഒരു സേവനവും നൽകാതെ പ്രതിഫലം കൈപ്പറ്റിയത് അഴിമതിയായിട്ട് കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഇതിനിടയിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ നൽകിയ അപ്പീൽ കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞു. ഇതോടെ സ്റ്റേ നീങ്ങുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതു നിമിഷവും നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടാനുള്ള സാധ്യതയിലേക്കാണ് മകൾ വീണ വിജയൻ്റെ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ മകൻ വിവേക് കിരൺ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉൾപ്പെട്ടു വന്ന വാർത്തകളും പുറത്തു വരുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് കടുത്ത മനോവിഷമം ഉണ്ടാക്കിയതായിട്ട് അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെട്ടിരിക്കെ സമാനമായ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED നോട്ടീസ് മകനും ലഭിച്ചുവെന്ന വിവരം പരസ്യമായ കാര്യമാണ്. കൂടാതെ ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുകളിലും മകൻ്റെ പങ്ക് സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. മകളും മകനും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള ഒരു താൽക്കാലിക ഒഴിഞ്ഞുമാറലായിട്ടാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനത്തെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്ന് ആരംഭിക്കുന്നു. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഇന്ന് വൈകുന്നേരം യാത്ര തിരിച്ച മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികളിലായിട്ട് പര്യടനം നടത്തും. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാൻ, പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷ് എന്നിവർക്കാണ് ഔദ്യോഗിക യാത്രാ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യ സന്ദർശിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചുവെന്നതും ഇപ്പോൾ പുറത്തു വരുന്നു. മറ്റ് 4 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ അല്ലെങ്കിൽ അകന്നു നിൽക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്ര എന്നുള്ള വിലയിരുത്തലുമുണ്ട്. നവംബർ 16-ന് ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തോടെ പര്യടനം ആരംഭിക്കുകയും ഡിസംബർ 5-ന് കുവൈറ്റിൽ പോയി അബുദാബിയിൽ 5 ദിവസം ചെലവഴിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇത്തരത്തിൽ യാത്ര ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നിലവിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലം നഷ്ടപ്പെട്ടതിനാലും കുടുംബാംഗങ്ങൾ തട്ടിപ്പുകാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം അദ്ദേഹത്തെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടുന്നതുമാണ് അദ്ദേഹം സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചതെന്നും നിരീക്ഷിക്കപ്പെടുന്നു.